അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് ഡൊണാൾഡ് ട്രംപ് വരുന്നത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട്. പലരും ഞെട്ടിപ്പോയി. പക്ഷേ കുറച്ച് സ്ത്രീകൾക്ക് ട്രംപിനോട് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, എന്തോ ഒരു മൂവ്മെൻറ്റൊക്കെ ഉണ്ടായി വരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് പറയും മുമ്പ് അമേരിക്കയിൽ ഈ യാഥാസ്ഥിതിക ഓർത്തഡോക്സ് ആയിട്ടുള്ള ക്രിസ്ത്യൻ ബിലീഫുകളുണ്ടല്ലോ, ഈ ഗർഭഛിദ്രം പാടില്ല എന്നൊക്കെ പറയുന്ന വിശ്വാസങ്ങൾക്കെതിരെയുള്ളൊരു പ്രതിഷേധമൊക്കെ നടക്കുന്നുണ്ട്. അതുമായി കണക്ട് ചെയ്ത് വെക്കാവുന്നൊരു സാധനമാണോ ഈ വിവാദം പറഞ്ഞില്ല. ഇത് ഈ സ്വതന്ത്ര സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ തീവ്ര ഫെമിനിസ്റ്റുകൾ, മലയാളത്തിൽ ഫെമിനിച്ചി എന്നല്ലേ പറയുന്നത്. അപ്പോൾ അവര് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അവര് ഗർഭഛിദ്രം വേണം എന്ന് വാദിക്കുന്ന റൈറ്റാണ്. അപ്പോൾ ട്രംപ് അതിനെതിരെ നിൽക്കുമോ എന്നുള്ളൊരു സംശയം കൊണ്ടാണ്. സത്യത്തിൽ ട്രംപിന്റെ നിലപാട് അങ്ങനെയൊന്നുമല്ല എന്ന് നമ്മൾ പറയുമ്പോൾ വരും. അപ്പോൾ അവരുടെ ഒരു മൂവ്മെൻ്റാണ് 4B മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇത് ഈ അരിസ്റ്റോഫനീസിൻ്റെ ഒരു ഗ്രീക്ക് നാടകമുണ്ട്, ഹാസ്യ നാടകം, ലിസിസ്ട്രാറ്റ എന്ന് പറഞ്ഞിട്ട്. CJ തോമസ് ഇത് മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്തിട്ടുണ്ട്. മറ്റ് ട്രാജഡികളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത കൂട്ടത്തിൽ ഗ്രീസിൽ ആഭ്യന്തര യുദ്ധം എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുക. പല സ്ഥലത്തും പലതരം യുദ്ധങ്ങൾ, പറയുന്ന പോലെ ആഭ്യന്തര യുദ്ധങ്ങൾ നടക്കുകയാണ്. അപ്പോൾ സ്ത്രീകളൊരു തീരുമാനം എടുക്കുകയാണ്, ഈ യുദ്ധം നിങ്ങൾ അവസാനിപ്പിക്കുന്നത് വരെ ഞങ്ങൾ ശാരീരിക ബന്ധത്തിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അതാണ് ഈ ലിസിസ്ട്രാറ്റയുടെ. അപ്പോൾ ഈ B4B മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ശരിക്കും സൗത്ത് കൊറിയയിലും ഒക്കെ തുടങ്ങുമ്പോൾ ഈ മൂവ്മെൻറ്റിന് ലിസിസ്ട്രാറ്റ എന്നും പേരുണ്ടായിരുന്നു. ആ നാടകത്തിലെ ഈ ശാരീരിക സംഭവമൊക്കെ നിരോധിച്ചുകൊണ്ട് സ്ത്രീകൾ നടത്തുന്ന ഒരു സമരം. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരുപാട് ആളുകൾ ടിക്ടോക്കിലും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവരുടെ അഭിപ്രായങ്ങൾ. ട്രംപ് വരികയാണെങ്കിൽ 4 വർഷം ഞങ്ങൾ പ്രസിഡന്റ് ടൈം കഴിയുന്നവരെ വരെ ഞങ്ങൾ ശാരീരിക ബന്ധത്തിന് സമ്മതിക്കും. അതെന്ത് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രക്ഷോഭത്തിന്റെ രീതിയിൽ ഒരു സാധനം ഇവോൾവ് ചെയ്തു വരാനുള്ള കാരണം? അത് നല്ല ചോദ്യമാണ്. നമ്മൾ ഡീപ് സ്റ്റേറ്റിനെ തോൽപ്പിച്ചതാണെന്ന് സോറോസിനെ. അപ്പോൾ ഡീപ് സ്റ്റേറ്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമല്ലോ ഇനി. അതിങ്ങനത്തെ പ്രക്ഷോഭങ്ങൾ, പ്രസ്ഥാനങ്ങൾ, മൂവ്മെന്റ് ഇങ്ങനെയൊക്കെ ഇതിന്റെ കോസാണ് ഈ ഗർഭഛിദ്രത്തിനെ പറ്റിയിട്ടുള്ള അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളിലും പ്രത്യേകിച്ചും ബൈബിൾ സുപ്രീം കോടതിയൊക്കെ അതിൽ നിലപാടെടുത്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല അത് ഓരോ സംസ്ഥാനങ്ങളും ഓരോ തരത്തിലാണ്. ട്രംപും പറഞ്ഞിരിക്കുന്ന ഓരോ സംസ്ഥാനങ്ങളെ ഞങ്ങൾ അതിൻ്റെ അകത്തൊരു ദേശീയ നയം കൊണ്ടുവരാൻ പോകുന്നില്ല. ഒക്ടോബർ 2-നോ 5-നോ അങ്ങനെ ഇട്ട ഒരു എക്സലെ പോസ്റ്റില് ഞാൻ വായിച്ചതാണ്. ഞങ്ങളൊരു ദേശീയ നയം അക്കാര്യത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല, ഓരോ സംസ്ഥാനങ്ങളും തീരുമാനിക്കട്ടെ, സംസ്ഥാനങ്ങൾക്ക് വിടുകയാണെന്നാണ് ഇവർ പറഞ്ഞ പോലെ. ഗർഭഛിദ്രം മുഴുവൻ ഞാൻ നിരോധിക്കുന്നു. എൻ്റെ ഒരു സംശയം, ഗർഭഛിദ്രം വിലക്കപ്പെടുന്നത് ഒരു നിയമമായി ബന്ധപ്പെട്ടിട്ടല്ല, വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. വേണമെങ്കിൽ പേപ്പസിയാണ് ഗർഭഛിദ്രത്തിനെതിരെ നിൽക്കുന്നത്, അല്ലേ? മാർപ്പാപ്പമാരുടെയൊക്കെ നിലപാട് ഗർഭഛിദ്രം അനുവദിക്കരുതെന്നാണ്, അനുവദിച്ചുകൂടാ എന്നുള്ളതാണല്ലോ. ഒരു മാർപ്പാപ്പയുടെ കാര്യം പറയാനുള്ള കാര്യം എന്താ? കാരണം കത്തോലിക്കരുടെ നേതാവാണല്ലോ മാർപ്പാപ്പ. അവിടെ കത്തോലിക്കർ അധികം പ്രസിഡന്റ് ഒന്നും ആയിട്ടില്ല. അവിടെ കന്നഡി കത്തോലിക്കനായിരുന്നു, ബൈഡൻ കത്തോലിക്കനാണ്. അപ്പൊ മാർപ്പാപ്പയ്ക്ക് അവിടെ വോയിസ് അല്ല. ക്രിസ്ത്യാനിറ്റി, ഞാൻ മാർപ്പാപ്പ എന്ന് ഉദ്ദേശിച്ചത് ഒരു സിമ്പിളായിട്ട് പറഞ്ഞതാണ്. എനിക്കറിയാം US പ്രൊട്ടസ്റ്റന്റ് ആണെന്ന് എനിക്കറിയാം, പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻസ് ആണല്ലോ US ഭൂരിപക്ഷം. എന്നാൽ പോലും ഈ ക്രിസ്തുമത വിശ്വാസത്തിന്റെ ഭാഗമാണ് ഗർഭഛിദ്രം പാടില്ല. വിശ്വാസത്തിൽപ്പെട്ടവരോ ഇത് ഒരുപാട് ബാക്കിംഗ് ഉള്ളവരൊന്നുമല്ല ഈ ഫെമിനിസ്റ്റുകൾ. അവർ സ്വതന്ത്ര സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ട്. അത് ഈ 4B എന്ന് പറയുന്നത് കൊറിയയിൽ B എന്ന് പറഞ്ഞ അക്ഷരം വരുന്ന 4 വാക്കുകൾ. അതായത് നോ സെക്സ് വിത്ത് മെൻ, 1. 4 കാര്യങ്ങൾ. നോ ഗിവിങ് ബർത്ത് എന്ന് പറഞ്ഞാൽ പ്രസവമില്ല. നോ ഡേറ്റിംഗ് മെൻ, ഡേറ്റിംഗ് ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നാലെ നടക്കലൊന്നുമില്ല. നോ മാരേജ് വിത്ത് മെൻ എന്ന് പറഞ്ഞാൽ വിവാഹവും ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുന്ന 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾക്ക് കൊറിയയിലെ വാക്ക് B വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് മൂവ്മെന്റ് എന്ന് പറഞ്ഞു വരുന്നത്. FOR അല്ല, FOUR ആണ്. അതെ. അപ്പോൾ ബിഹോൺ മാരേജ്, ബിക്കുൽസൻ പ്രസവം, ബിയോണെ പ്രേമം, ബിസേക്കൻ സെക്സ്, ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഇത് കൊറിയയിൽ തുടങ്ങി.
ഇത് ഇങ്ങോട്ട് എടുത്തിരിക്കുകയാണ്. രതിയില്ല, പ്രണയമില്ല, പ്രസവമില്ല, കല്യാണമില്ല. അതെ, അത് അങ്ങനെ ജീവിക്കാൻ സ്ത്രീക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ചിലപ്പോൾ കുട്ടി വേണ്ട, പ്രസവം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഗർഭഛിദ്രം ഞങ്ങൾക്ക് വേണമല്ലോ. ഇതിൽ ചിലതൊക്കെ നമ്മുടെ നാട്ടിലും വന്നിട്ടുണ്ട്. കല്യാണം വേണ്ട, ലിവിങ് ടുഗദർ മതി, കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരുപാട് പേരുണ്ട്. കൂടുതൽ ഹിന്ദുക്കളാണ്. അതോടെ ഹിന്ദു കുടുംബങ്ങൾ വംശനാശം വന്നു പോകുള്ളൂ. അതൊക്കെ വരും. അത് ശരി, വോക്കിസത്തിന്റെ ഒരു പുതിയ ഇത് വോക്കിസമാണിത്. അതല്ലേ വോക്ക് പറ്റില്ല എന്നൊക്കെ ഉള്ളത് ഇദ്ദേഹത്തിന്റെ ഒരു വിഷൻ ഡോക്യുമെന്റിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ വാക്ക് അതാണ് പ്രശ്നം. അതാണ് വോക്കിസത്തിനെതിരെ ഇപ്പൊ നമ്മൾ നോക്കുന്ന ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഇന്ന് വിരമിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ വോക്കിസത്തിന്റെ ഒരു പ്രയോക്താവ് ജസ്റ്റിസ് ചന്ദ്രചൂഡായിരുന്നു. അദ്ദേഹം തുടക്കത്തിൽ ജഡ്ജായ ഉടനെ തന്നെ എന്താണ് സ്വവർഗരതിയാകാമെന്ന് പറഞ്ഞു. പിന്നെ 377 IPC നിന്ന് എടുത്തു കളഞ്ഞു. ദെൻ വിവാഹേതര ബന്ധം, അഡൾട്ടറി 497 അതൊഴിവാക്കി. നേരത്തെയൊക്കെ വിവാഹേതര ബന്ധം ഉണ്ടായാൽ അത് ശിക്ഷിക്കപ്പെടുന്നത് പുരുഷൻ മാത്രമായിരുന്നു. സ്ത്രീ രണ്ടുപേർ ചേർന്നാലുള്ള ഒരു ഇല്ലിസിറ്റ് റിലേഷൻ ഉണ്ടാകുന്നത്. അതിലങ്ങനെ മറ്റൊരാളുടെ ഭാര്യയുമായി ഒരു പുരുഷൻ ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പുരുഷനെ മാത്രം ശിക്ഷിക്കുന്നൊരു നിയമമായിരുന്നു IPC 497. അതങ്ങ് അബോളിഷ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ വോക്കിൻ്റെ ഒരു ഇടപെടലായിരുന്നു. അങ്ങനെ വോക്കിസത്തിലൂടെ സഞ്ചരിച്ച് വന്ന് ചന്ദ്രചൂഡ് എവിടെ എത്തിയെന്ന് ഇപ്പോൾ നമുക്കറിയാം. ഈ വോക്കിസം പരിപാടി പറ്റാത്ത ഒരാളാണ് എലോൺ മസ്ക്. കാരണം മസ്കിൻ്റെ മകൻ ആയിരുന്ന ആള് ഇപ്പോൾ സ്ത്രീയായിട്ട് മാറുകയും മസ്കുമായിട്ട് തർക്കവും കോടതി കേസും ഒക്കെ ആയിട്ട്, അതായത് മസ്കിൻ്റെ ഒരു മകനോ മകളെന്നോ പറയാവുന്ന ആള് വലിയ കേസും ഒക്കെ ആയിട്ട് അപ്പനെതിരെ കേസ് കൊടുത്ത് നടക്കുകയാണ് അവിടെ. അപ്പോൾ അതിനെയും പ്രോത്സാഹിപ്പിക്കാനായിട്ട് മറ്റേ ആളുകൾ കാണും, സോറോസിൻ്റെ ആളുകൾ മസ്കിനെതിരെ പോരാടാൻ. അവന് ആ ചെക്കനോ ചെക്കിന്നോ പറയാവുന്ന ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള 197 196 ടൂൾ കിറ്റ്സ് ഉണ്ട്. ഒരു അത് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ലോകത്തെമ്പാടും ഭരണകൂടങ്ങളെ അട്ടിമറിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇന്നതെന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമാണ് വിവിധ സാംസ്കാരിക സാമൂഹിക പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക. ഒരുപക്ഷെ ഈ പറയുന്ന ഒരു പ്രക്ഷോഭം ട്രംപ് ജനുവരി 20 മാത്രമേ ചുമതലയേക്കുകയുള്ളൂ. ട്രംപ് ജയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ട്രംപ് അധികാരത്തിലെത്തി എന്തെങ്കിലും നയം നടപ്പാക്കുകയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇന്നലെ ഒരു ടിക്ടോക്കിൽ ഇഷ്ടം ഒരു പ്രക്ഷോഭം വന്ന് ഇതിന്റെയൊക്കെ ചിത്രങ്ങൾ ഒരു പ്രക്ഷോഭം ഫോം ചെയ്ത് കഴിഞ്ഞു. ട്രംപ് ചുമതല ഏറ്റിട്ടില്ല. അയാളുടെ നയപ്രഖ്യാപനവും വന്നിട്ടില്ല. അതിനു മുമ്പ് ട്രംപിനെതിരെ സ്ത്രീകളെ വെച്ചിട്ടൊരു മൂവ്മെന്റ് ഉണ്ടാക്കി. സ്ത്രീകളൊക്കെ വന്നിട്ട് ടിക്ടോക്കിലൊക്കെ കരയുന്നുണ്ട്, ഇയാള് ഗർഭഛിദ്രം അനുവദിക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ 4 കൊല്ലം ഇനി സെക്സ് ഇല്ല. ട്രംപ് വന്നിട്ട് അത് സംബന്ധിച്ച് നയം പ്രഖ്യാപിക്കുന്നുണ്ടെന്ന് കാത്തിരിക്കാൻ പോകുന്നില്ല. ഈ ഒരു മൂവ്മെന്റ് പണ്ട് ഇന്ത്യയിലും ഉണ്ടായിരുന്നു. ഇന്ത്യയിലല്ല, ലോകത്തെമ്പാടും. ആദ്യമേ ഉണ്ടായിരുന്ന ഈ വനിതാ വിമോചനം എന്ന് പറഞ്ഞാൽ അടിവസ്ത്രങ്ങളിൽ നിന്ന് മോചനം വേണം എന്ന് പറഞ്ഞായിരുന്നല്ലോ, ഓർക്കുന്നില്ലേ? ഇതെല്ലാം കത്തിച്ചുകൊണ്ടൊരു മൂവ്മെന്റ് ബ്രിട്ടനിലൊക്കെ ഉണ്ടായിരുന്നു. അത് പരസ്യമായി കത്തിക്കുക. ഇതൊക്കെ ആരും കമ്പൽ ചെയ്തിട്ടൊന്നും അല്ലല്ലോ. അത് ഓരോ മൂവ്മെന്റ്, ഓരോ സർക്കാരിനെതിരെ ഉണ്ടാക്കുന്ന ഒരാളുടെ നയം നോക്കണം എന്നൊന്നുമില്ല അയാളെ എതിർക്കാനായിട്ട്. ഈ സ്ത്രീകള് മറ്റേ ട്രംപിന്റെ നയം നോക്കിയില്ലല്ലോ. ട്രംപ് ഒക്ടോബർ 2 എക്സിൽ എഴുതിയിരുന്നു, ഞാൻ ദേശീയ നിരോധനത്തിനില്ല ഗർഭഛിദ്രം, ഞാൻ മറ്റേ രാജ്യം മുഴുവൻ നിരോധിക്കാനായിട്ടില്ല, ഞാനത് വീറ്റോ ചെയ്യുകയും ചെയ്യും, വോട്ടർമാരുടെ ഇച്ഛ നോക്കി സംസ്ഥാനങ്ങൾ ചെയ്യട്ടെ. ട്രംപ് പറഞ്ഞ വോട്ടർമാരുടെ ഇച്ഛ അമേരിക്കൻ ചെയ്യട്ടെ. സ്റ്റേറ്റുകൾക്ക് ഫെഡറൽ സ്റ്റേറ്റ് എന്ന നിലയിൽ വിട്ടുപോകാൻ അധികാരമില്ലെങ്കിലും പല കാര്യങ്ങളിലും യൂണിയൻ ഗവൺമെന്റിന്റെ നയത്തിന് വിരുദ്ധമായി തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ചെയ്യാം. അവിടെ റീഗനെ പോലെ ബലാത്സംഗം, ഇൻസെസ്റ്റ്, അമ്മയുടെ ജീവൻ, ഈ കാര്യങ്ങളിൽ ഞാൻ ഇളവില്ലാതെ ഇരിക്കുകയുള്ളൂ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഡെമോക്രാറ്റുകളുടെ തീവ്ര നിലപാട്, അതായത് അദ്ദേഹത്തിൻ്റെ നയം ഇങ്ങനെയാണ് കൃത്യമായിട്ട്: 7-ാം മാസം ഗർഭത്തിൻ്റെ, 8-ാം മാസം, 9-ാം മാസം, അത് കഴിഞ്ഞ് കുഞ്ഞ് ജനിച്ച ശേഷമുള്ള കൊല, ഇത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ നിലപാടാണ് അത്. എന്ന് പറഞ്ഞാൽ ലേറ്റ് ഈ പ്രഗ്നൻസി ഇല്ലേ, അത് ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ളത് അനുവദിക്കാൻ പ്രയാസമായിരിക്കും. ആഫ്റ്റർ ബർത്ത് അതുമ്പ് കൊല്ലുക എന്നുള്ള പരിപാടി
അത് പറ്റില്ലെന്നോ? അതിപ്പോൾ ഏതൊരു സിവിലൈസ്ഡ് സൊസൈറ്റിയിലും അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും അങ്ങേരും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും ഇപ്പോൾ പ്രക്ഷോഭമായി ജയിച്ചു എന്ന് പറഞ്ഞപ്പോഴേക്കും. അപ്പോൾ ചില ആളുകളിപ്പോൾ അഭിപ്രായപ്പെടുന്നുണ്ട്, ഇവർ 4 വർഷം സെക്സ് വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ സ്ത്രീകൾ ജീൻ പൂളിൽ നിന്ന് ഒഴിവാക്കപ്പെടുമല്ലോ, അത് ഈ രാജ്യത്തിന് നല്ലതാണ് എന്ന് പറയുന്ന എതിരാളികളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സംഗതികൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രംപ് വന്നു, അണിയറയിൽ സോറോസിൻ്റെ പണി തുടങ്ങി. ഇനി ഇതിനേക്കാൾ ഭീകരമായ പണികളായിരിക്കും ഇനി വന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാത്ത പ്രക്ഷോഭങ്ങളാണിത്. അല്ല, അർത്ഥമില്ലെന്നേ ഉള്ളൂ, ലക്ഷ്യമുണ്ട് അവർക്ക്, അട്ടിമറി എന്നുള്ള ലക്ഷ്യം. അതെ, നമ്മുടെ നാട്ടിലുമൊക്കെ ഇത് ഈ കർഷക പ്രക്ഷോഭം, മറ്റേ CAA പ്രക്ഷോഭം, ഇതിൻ്റെയൊക്കെ പുറകിൽ സോറോസ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.